എല്ലാവർക്കും നമസ്കാരം. ആരാധനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. നവരാത്രിയുടെ രണ്ടാമത്തെ ദിവസം ദേവിയുടെ ഏത് ഭാവത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് എന്നാണ് നമ്മൾ അതേപോലെ ചൊല്ലേണ്ട ശ്ലോകം എന്താണ്, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഗോല് വെക്കുന്നവരായാലും വെക്കാത്തവരായാലും ഈ വീഡിയോ ദയവേത് സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് അഭ്യർത്ഥിക്കുന്നു. കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ കൂടിയാണ്. അപ്പോൾ ആദ്യത്തെ ദിവസത്തിൽ ആരെയാണ് ആരാധിക്കേണ്ടത് എന്ന് ഞാൻ വീഡിയോ ഇട്ടിരുന്നു. കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇനി നവരാത്രിയിലെ ഓരോ ദിനത്തിലും പ്രാർത്ഥിക്കേണ്ടതും ആരാധിക്കേണ്ടതും ഓരോ വ്യത്യസ്ത ഭാവത്തിലുള്ള ദേവിമാരെയാണ്. പാർവതി ദേവിയുടെ ബ്രഹ്മചാരിണി ഭാവമാണ് നവരാത്രിയുടെ രണ്ടാം ദിനം ആരാധിക്കുന്നത്. നവദുർഗാ സങ്കല്പത്തിൽ രണ്ടാമത്തെ ഭാവമാണിത്. അറിവിൻ്റെ മൂർത്തിഭാവമായ ബ്രഹ്മചാരിണി ദേവി കുജദോഷം, മാംഗല്യതടസ്സം എന്നിവ നീക്കും. ഭക്തമനസ്സിലെ വിഷമതകളും നീക്കി ദേവി ആത്മവിശ്വാസവും സന്തോഷവും നിറയ്ക്കും. മുല്ലപ്പൂക്കളോടാണ് ദേവിക്ക് പ്രിയം. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ദേവിക്ക് മുല്ലപ്പൂക്കൾ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. ദേവിക്ക് വളരെ ഇഷ്ടമാണ്. നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം ശിവപത്നിയാകുവാൻ വേണ്ടി കഠിന തപസ് അനുഷ്ഠിച്ചതിനാലാണ് ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമധേയം ലഭിച്ചത്. കമണ്ഡലവും രുദ്രാക്ഷമാലയുമാണ് കയ്യിലേന്തിയിട്ടുള്ളത്. ശുഭ്രവസ്ത്രധാരിയാണ്, അതായത് വെളുത്ത വസ്ത്രമാണ് ദേവി ധരിച്ചിരിക്കുന്നത്. ഇല പോലും ഭക്ഷിക്കാതെ കഠിന തപസ് ചെയ്ത് അനുഷ്ഠിച്ചതിനാൽ ദേവിക്ക് അപർണ എന്നൊരു പേരും കൂടി ഉണ്ട്. ഇതാണ് നമുക്ക് രണ്ടാമത്തെ ദിവസത്തെക്കുറിച്ച് അതിൻ്റെ സിഗ്നിഫിക്കൻസും കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ആദ്യത്തെ ദിവസം ശൈലപുത്രിയാണ് ആരാധിക്കേണ്ടത്. അതിൻ്റെ മന്ത്രങ്ങളും കാര്യങ്ങളെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ഒന്നുകൂടെ പോയി കണ്ടു നോക്കൂ. പിന്നെ രണ്ടാമത്തെ ദിവസം നമുക്ക് ചൊല്ലേണ്ട മന്ത്രം ഇപ്പോൾ ആരാണെന്ന് മനസ്സിലായോ? ബ്രഹ്മചാരിണി ദേവിയാണ്. മുല്ലപ്പൂക്കളാണ് നമ്മൾ സമർപ്പിക്കേണ്ടത്. അപ്പോൾ മന്ത്രം ഇതാണ്: ദധാനാകര പത്മാഭ്യാമക്ഷമാലാകമണ്ഡലൂ ദേവി പ്രസീദതു മയി ബ്രഹ്മചാരിണ്യനുത്തമാ. ഒന്നുകൂടെ പറഞ്ഞുതരാം. ദധാനാകര പത്മാഭ്യാമക്ഷമാലാകമണ്ഡലൂ ദേവി പ്രസീദതു മയി ബ്രഹ്മചാരിണ്യനുത്തമാ. ഇത് ഒന്നുകിൽ 3 പ്രാവശ്യം, അല്ലെങ്കിൽ 9 പ്രാവശ്യം, അല്ലെങ്കിൽ 11 പ്രാവശ്യം ജപിക്കാവുന്നതാണ്. രാവിലെയോ വൈകിട്ടോ ജപിക്കാവുന്നതാണ്. പിന്നെ ഇത് നമ്മുടെ വീട്ടിൽ ബാംഗ്ലൂരിൽ ഒരുക്കിയിരിക്കുന്ന കുലുവാണ്. അപ്പോൾ കാരണം ബാക്കിലൊരു വിൻഡോ ഉള്ളതുകൊണ്ട് ഇത്രയും എനിക്ക് ഗ്ലെയർ ഇല്ലാതെ കിട്ടിയുള്ളൂ. രാത്രി എടുത്ത ഫോട്ടോ ഞാൻ വേറെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കുലു ഇഷ്ടപ്പെട്ടാലും അതേപോലെ തന്നെ ഇൻഫർമേഷൻസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ബെൽ ബട്ടണും കൂടെ അമർത്താനും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഓടിപ്പോയിട്ട് ഒന്ന് കണ്ടിട്ട് വരാനും റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നവരാത്രി ദിവസത്തിൽ എല്ലാവർക്കും വേണ്ടി ഉറപ്പായിട്ടും പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളും ഈ മന്ത്രങ്ങളൊക്കെ ജപിച്ച് ഭഗവാനെ തന്നെ വിളിച്ച് നന്നായി പ്രാർത്ഥിക്കുക. എല്ലാ കഷ്ടങ്ങളും മാറട്ടെ. സർവേശ്വരനോട് ഒന്നുകൂടെ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.